അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ സർവ്വ ഐശ്വര്യമെന്നാണ് വിശ്വാസം. വൈശാഖ മാസത്തിന്റെ 3-ാം നാളിൽ വരുന്ന അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ലെന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ പ്രമാണിച്ച് ജ്വല്ലറികളിൽ ആഭരണങ്ങളുടെ വൻ കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും ഗ്രാമിന് 70 രൂപ കുറവാണ് ഇക്കൊല്ലം. എന്നുവെച്ചാൽ 560 രൂപ പവന് കുറവാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് മേടിക്കാൻ കുറച്ചുകൂടെ താല്പര്യം കൂടുതലാണ്. ലൈറ്റ് വെയ്റ്റ് സ്വർണത്തിനും ഹെവി വെയ്റ്റ് സ്വർണത്തിനും ഒരേപോലെ ആവശ്യക്കാരുണ്ട്. കല്യാണാഭരണങ്ങൾ എടുക്കാൻ വരുന്നവരുമേറെ, കോയിനുകൾ തേടി വരുന്നവരും നിരവധിയാണ്. ഇന്നിപ്പോൾ സ്വർണം വാങ്ങുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഐശ്വര്യമാണ് ഇന്നത്തെ ദിവസം സ്വർണം വാങ്ങുന്നത്. അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി. ഐശ്വര്യം, എന്തായാലും സ്വർണം ഐശ്വര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. സ്വർണ്ണവില ഗ്രാമിന് 70 രൂപ കുറഞ്ഞത് വിപണിയിൽ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. 300 കോടിയിലധികം വിൽപ്പനയാണ് പോയ വർഷങ്ങളിൽ ഉണ്ടായത്. ഇക്കുറി 2 ദിവസത്തെ അക്ഷയ തൃതീയ ആ കണക്ക് കവച്ചു വെക്കുമെന്നാണ് പ്രതീക്ഷ. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് സർവ്വ ഐശ്വര്യദായകം എന്ന വിശ്വാസത്തിന് അടിവരയിടുന്നതാണ് ജ്വല്ലറികളിലെ ഈ വൻ തിരക്ക്. ലേബി, റിപ്പോർട്ടർ, കൊച്ചി.